ഇന്നലത്തെ അമ്മയുടെ പ്രസ് മീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ സംശയം, അമ്മയിൽ ഭിന്നതയുണ്ടോ? മൊത്തത്തിൽ ഇപ്പോൾ അത് തന്നെയാണ് എല്ലാവരുടെയും ഒരു സംശയം, അമ്മയ്ക്ക് ഭിന്നതയുണ്ടോ. സിദ്ദിഖ് എന്ന് പറയുന്നു, ജഗദീഷ് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് എന്നാൽ അതിനോടൊപ്പം എന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷേ ആർക്കും ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കും എന്ന് പറയാൻ സിദ്ദിഖിനായാലും പറ്റില്ല. ജഗദീഷ് പക്ഷേ കുറച്ചും കൂടെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് മുഴുവൻ പുറത്തു വിടണം എന്നുള്ള ആൾക്കാരാണ് ഭൂരിപക്ഷം. കാരണം അമ്മയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും, കാരണം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഈ അമ്മയുടെ ഒരു ചീത്തപ്പേര് വന്നിരിക്കുന്നത്, അമ്മയുടെ അംഗങ്ങൾ എന്നുള്ളത്. ശരിക്കും ഇത് ഓർത്തു നോക്കൂ, ഇത്രയും 506 507 അംഗങ്ങളുണ്ട് അമ്മയിൽ, കൃത്യമായിട്ട് എനിക്കറിയില്ല. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അപ്പോൾ ഈ പ്രമുഖ ചാനലൊക്കെ വേട്ടക്കാർ ഈ പത്രസമ്മേളനത്തിനിടയ്ക്ക് വേട്ടക്കാർക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് കണ്ടു. ഇത് കൂടുതലായിട്ട് വന്ന ഒരു ചാനൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ചാനലിലാണ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. വേട്ട എന്നൊക്കെ പറയുമ്പോൾ കാടിൽ വേട്ട നടത്തുക, മരം മുറിക്കുക, അങ്ങനെ എന്തെങ്കിലും അതൊക്കെ കണ്ടിട്ടായിരിക്കാം. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ലെങ്കിൽ പോലും ഈ വേട്ടക്കാർക്കൊപ്പമാണ് അമ്മ എന്നുള്ള രീതിയിലാണ് ഈ പത്രങ്ങളെല്ലാം പറയുന്നത്. ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അമ്മ ഒരിക്കലും വേട്ടക്കാർക്കൊപ്പം എന്ന് പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരതിനെ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണം, അവരുടെ അംഗങ്ങളാണ് അതിലുള്ളത്, അവരെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സിദ്ദിഖ് ഇന്നലെ പറഞ്ഞത് ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു 3-4 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് സെറ്റിലൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഇപ്പം മാറി. കാരണം ഈ റിപ്പോർട്ട് വരുന്നത് 2019-ലാണ്. അതെ, 5 വർഷം കഴിഞ്ഞു അതൊന്ന് റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ. ഇപ്പൊ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനൊരു പ്രസക്തി ഇല്ലാതായി. അവിടുന്ന് സിനിമ ഒരുപാട് മാറി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന അവിടെയല്ല, ഈ പറയുന്ന പോലെ വേട്ടക്കാർക്കൊപ്പം വേട്ടക്കാര് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഈ 500-ലധികം വരുന്ന അംഗങ്ങളിലുള്ള ഈ പുരുഷന്മാരെല്ലാവരും തന്നെ വേട്ടക്കാരാണോ എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ അവരുടെയെങ്കിലും ഒരു ആവശ്യമാണ് ഇത് പുറത്തു വരിക, അതിനകത്ത് ഈ വേട്ട ചെയ്യാത്തവരുടെ ഒരു ആവശ്യം അതുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് വെച്ചാൽ അമ്മയുടെ പുതിയ ജനറൽ ബോഡി വന്നപ്പോൾ ഞാൻ ഇതെല്ലാം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഏറ്റവും ഭാഗ്യം ചെയ്ത ആള് രമേശ് പിഷാരടിയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ട് അയാൾ കമ്മിറ്റിയിൽ ഉണ്ടായില്ല. അല്ലെങ്കിൽ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ അതിൻ്റെ അകത്ത് സംസാരിച്ചത് സിദ്ദിഖും ജോമോളുമാണ്. ഇവരെ രണ്ടുപേരും എയറിലിട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് കമന്റ് ഇട്ടിട്ട്. അതിലേക്കൊക്കെ പിഷാരടി വരാത്ത പിഷാരടിയുടെ നല്ല സമയമാണെന്നാണ് ഞാൻ പറയുള്ളൂ ശരിക്കും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ ഒരു അല പോലെ നമുക്കിപ്പോൾ പലതും നമ്മൾ കേൾക്കാൻ തുടങ്ങി, പല പീഡന വിവരങ്ങൾ. അതെ, ഈ അക്കാദമി ചെയർമാനെതിരെ ഒരു പീഡനാരോപണം അല്ല, അത് മദ്യവും മദ്രാഷ്ട്രീയമാണ് എന്നാ പറഞ്ഞത്. അതെ, പീഡനം എന്ന് പറയാനില്ല, അദ്ദേഹം അങ്ങനെ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് ഒരു ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര അവര് ഇപ്പോൾ പത്രസമ്മേളനം നടത്തി അവര് പുറത്തു വന്നത് ഈ സംഭവം. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ, നമ്മുടെ അക്കാദമി ചെയർമാൻ വരെ വേട്ടക്കാരന്റെ മുഖമായിട്ട് വരിക, ഇവരുടെ ഈ ഭാഷയിൽ പറഞ്ഞ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പൊ അമ്മയിലുണ്ടോ അതോ ഇപ്പോഴും അച്ഛനാണോ എന്നൊന്നും അറിയില്ല. 2009-ലാണ് പാലേരി മാണിക്യം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. അന്ന് അദ്ദേഹം ഒരു പ്രശസ്തനായ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യം തെളിയിച്ച സിനിമകളുടെ സംവിധായകനാണ്. അപ്പോൾ ആ സമയത്തുള്ള ഒരു ആരോപണമാണ്. അദ്ദേഹം പറഞ്ഞു അന്ന് ഇങ്ങനെയൊരു സംഭവം ഇവരെ കണ്ടിരുന്നു, ഇവര് ഇദ്ദേഹത്തിന് ഇന്ന് സിഗരറ്റ് വാങ്ങി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. ബീഡിയുണ്ടോ സഖാവി ഒരു തീപ്പെട്ടി എടുക്കാൻ എന്നുള്ള ഒരു സഖാവിന്റെ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് അവരുടെ വളയിൽ പിടിച്ചു, തലമുടിയിൽ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് നമുക്കറിയില്ല. അച്ഛന്റെ സ്നേഹമാണോ പറയാൻ പറ്റും. അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോഴും നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതിനെതിരെ ഒരു കേസെടുക്കില്ല, കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നുള്ള രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഹൈക്കോടതിയിലേക്ക് പോവും എന്ന് ഹൈക്കോടതി ഓൾറെഡി ഇതിന്റെ ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ ഈ പൈസ മുടക്കിയത് എന്ന്. കാരണം ഇത്രയും പൈസ മുടക്കി എല്ലാവരുടെയും മൊഴിയെടുത്ത് എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് പറയാനുള്ളൊരു വേദി ഉണ്ടാക്കി കൊടുത്തിട്ട് അത് എഴുതി കടലാസിൽ ആക്കി വെച്ചിട്ട് കാര്യമില്ല. ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ട് എന്തെങ്കിലും നടപടി എടുക്കണം. അല്ല, എനിക്കിത് നിയമപരമായിട്ട് അറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തു, ഒരു പീഡനം ഉണ്ട് എന്നൊരു കമ്മീഷൻ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ
ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീ അത്തരത്തിലുള്ള ഒരു അപകടത്തിൽ ചെന്ന് പെട്ടു, അല്ലെങ്കിൽ അവർക്കെതിരെ ഭീഷണി ഉണ്ടായി, അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഭവമാണ് ഹേമ കമ്മീഷനിലൂടെ പുറത്തു വന്നത്. ഇത് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയിട്ട് കുറെ കാലമായല്ലോ. ഇവിടെ നിയമോപദേശമോ അല്ലെങ്കിൽ ഇതിനെതിരെ അന്നത്തെ കേസെടുക്കാനുള്ള ഒരു സാധ്യത സർക്കാരിനില്ല ശരിക്കും. അതെ, ഞാൻ ഇതിൻ്റെ കാര്യത്തിൽ ഉപദേശം പോലും തേടിയിട്ടുണ്ടായില്ല. അവരത് ഇതിൻ്റെ ആകെ തേടിയിരിക്കുന്ന നിയമോപദേശം ഇത് പുറത്തു വിടണോ വേണ്ടയോ എന്നുള്ളതാണ്. പൊതുവെ നമ്മുടെ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ഉണ്ടാവും ഈ വിവരങ്ങളൊക്കെ അറിയാൻ. പക്ഷെ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ട് ഞാൻ നോക്കിയിട്ട് പഴയ ഈ സിനിമാ മാസികയിലൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ, കോളം ഗോസിപ്പ്, ആളുടെ പേരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പേരുണ്ടാവില്ല. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ഇന്ന ആളാണ്, ഇന്ന ആള് എന്തെങ്കിലുമൊക്കെ ഒരു പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണ് അല്ലെങ്കിൽ ഹലുവാക്കാരൻ നടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗോസിപ്പുകൾ ഏതാണ്ട് അതിനേക്കാളും കുറച്ചും കൂടെ വൃത്തികെട്ട രീതിയിലാണ് ഇവർ പുറത്തു വിട്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരാഴ്ചയായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ആ വിവാദം ഇതുവരെ അവസാനിക്കുന്നില്ല. ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ അവരതിനൊരു സ്പൈസി സ്റ്റോറി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം എയറിൽ ഹേമ കമ്മീഷൻ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും എല്ലാവരും ചർച്ച ചെയ്തു നമ്മളെക്കാൾ കൂടുതൽ ഓരോ സെക്കൻഡിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളും എല്ലാം ചർച്ച ചെയ്യുകയാണ് കേരളത്തിൽ. ശരിക്കും അത്രത്തോളം ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണോ ഇത് എന്നുള്ളതാണ്. അല്ല, ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാര്യം ആണോ അല്ലയോ എന്നുള്ളതല്ല. ഇവിടെ ആൾക്കാർ എന്ത് കാണുന്നോ അത് കാണിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു ഉത്തരവാദിത്വം. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ്, TRP റേറ്റിംഗ്, ഇങ്ങനത്തെ ഒക്കെ ഇത് വരുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് എപ്പോഴും സിനിമാ നടന്മാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ ഇങ്ങനത്തെ കഥകളുണ്ടെങ്കിൽ അത് നല്ല മാർക്കറ്റുണ്ട്. ഇവിടെ കാണാൻ ആൾക്കാരും ഉണ്ട്. അമ്മയിലുള്ള കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഇതിൻ്റെ സത്യസ്ഥിതി പുറത്തു വരണമെന്ന്. കാരണം ഇപ്പോൾ എല്ലാവരും വേട്ടക്കാർ ആരോപണ വിധേയരായിട്ടിരിക്കുന്ന ഒരവസ്ഥ, അത് ഒഴിവാവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷവും. ഇത് പണ്ട് നമ്മുടെ ഒരു നടൻ ജയിലിൽ പോയി, ഒരു നടി പൊതുസ്ഥലത്ത് ആക്രമിക്കപ്പെടുകയും പീഡനത്തിന് ഇരയാവുകയും ചെയ്ത ഒരു സംഭവത്തിലായിരുന്നു അമ്മയിൽ വല്ലാത്തൊരു ഭിന്നത ഉണ്ടായിരുന്നത്. അന്ന് അതിന്റെ ബാക്കിയായിട്ടായിരുന്നു WCC വന്നത്. അതെ, അതിന് ശേഷമാണ് ഇപ്പൊ ഈ പറയുന്ന ഹേമ കമ്മീഷൻ എല്ലാം വന്നത്. അപ്പൊ അതിനിടയ്ക്കൊരു ഒരു സ്വരച്ചേർച്ച, ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അത് ക്ലിയർ ആയി വന്ന ഒരു സമയമായിരുന്നു അല്ലെ. അത് വന്നപ്പോഴാണ് ഇപ്പോ ഹേമ കമ്മീഷൻ വരുന്നതും പ്രമുഖർ, വേട്ടക്കാർ ഒക്കെ ഇതിൽ ഇതാവുന്നത്. അതെ, ഇവിടെ കാശുള്ളവർക്ക് മൊത്തമുള്ളൊരു പേര് പ്രമുഖൻ മാത്രമാണ്. കാശുള്ളവന്റെ പേരാണ് പ്രമുഖൻ. കാശുള്ള സ്ഥാപനങ്ങളുടെയും പേര് അത് പത്രക്കാർക്ക് അതേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിവാദങ്ങൾ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചയായി ഇതുവരെ ആ ചൂട് ഒന്ന് കുറയുകയെന്നില്ല എന്നുള്ളതാണ് സത്യം. എന്താവും അടുത്ത കാര്യങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.